ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റ് മുഖമൊക്കെ കഴുകി എന്നിട്ട് മോക്ക് ബ്രഷ് ചെയ്യാനായിട്ട് അവൾ എൻ്റെ പിറകെ എണീറ്റ് വരും കേട്ടോ. അങ്ങനെ അവൾക്ക് ബ്രഷ് ചെയ്യാനായിട്ട് ബ്രഷൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ അവൾ വെയിറ്റത്ത് ഇറങ്ങിയെന്ന് ബ്രഷ് ചെയ്യത്തൊന്നും ഇല്ല, വെറുതെ വായിച്ചുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാനും ബ്രഷൊക്കെ ചെയ്തിട്ട് വന്ന് ഇന്ന് മോക്ക് പാല് കാച്ചാനായിട്ട് വെച്ചു. പാല് കാച്ചാൻ വെച്ചിട്ട് അപ്പോഴത്തേക്കും അമ്മാമ്മ അപ്പുറത്തെ അടുപ്പിൽ അപ്പം ചൂടാനായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോക്ക് കൊടുക്കാനായിട്ട് റാഗിയൊക്കെ ഞാൻ കാച്ചിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മാമ്മ അപ്പം ചുടുന്നുണ്ട്. എനിക്ക് ചേട്ടായിക്കാണ് അപ്പം ചുടുന്നത്. ചേട്ടായി ഇങ്ങനെ ഇന്നിപ്പോൾ കാപ്പി കഴിച്ചില്ല. അപ്പോൾ എനിക്ക് അമ്മാമ്മ അപ്പം ചുട്ട് തരുവാണ്. നല്ല സൂപ്പർ പാലപ്പമാണ്. അപ്പം അമ്മാമ്മ അപ്പം എത്ര എണ്ണം വേണമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം ചുട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും ചേട്ടായി പോകാനായിട്ട് ഇറങ്ങി. ചേട്ടായി ഇവിടെ ആലങ്കോട് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഡെലിവറി ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടായിക്ക് ഒരു 11 മണിയൊക്കെ ആവുന്ന ആ ഒരു സമയത്തിന് പോയാൽ മതി. ചേട്ടായി പോകാനായിട്ട് ഇറങ്ങിയപ്പോഴും മോളിതായ ഇവിടെ ബ്രഷും കൊണ്ട് പിന്നെയും പാലൊക്കെ കുടിച്ചിട്ടും പിന്നെ എൻ്റെ നിന്ന് വഴക്കിട്ട് ബ്രഷൊക്കെ വാങ്ങി പിന്നെയും ബ്രഷ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ചേട്ടായി ഇതാ പേഴ്സ് എടുക്കാൻ മറന്നു. എന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറക്കും. പിന്നെ ഞാൻ രണ്ടാമത് അതും എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ എല്ലാമൊക്കെ എടുത്ത് കൊടുത്ത് ചേട്ടായി ഇതാ പോയി. ഇനി ചേട്ടായി രാത്രി ഒരു 11:30 ആയിട്ടേ വരത്തുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കിൻ കെയർ എല്ലാം രാവിലെ ഒന്ന് എണീച്ച് ഫ്രഷായി ഫേസൊക്കെ വാഷ് ചെയ്ത് ഫേസ് വാഷൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി ഒന്ന് വൃത്തിയായി നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും മോൾ എൻ്റെ അടുത്ത് വന്നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒക്കെ നല്ലതായിട്ട് സംസാരിക്കാറായില്ല. അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചോട്ട് മുടിയൊക്കെ ചീകി കെട്ടി. ഇനിയിപ്പോയി മോക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. പാലും കുറുക്കലൊക്കെ കൊടുത്തു. ഇനിയിപ്പോയൊന്ന് ഫുഡ് കഴിക്കണം. അപ്പം അമ്മാമ്മതാ നിർബന്ധിച്ച് ഞാൻ ഒരപ്പം മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പിന്നെ എന്നെ കൊണ്ട് തീറ്റിക്കാനായിട്ട് അടുത്ത അപ്പവും ചൂടാണെന്നൊക്കെ പറഞ്ഞ് തന്നു വിടുകയാണ് കഴിക്കാനായിട്ട്. അപ്പവും ചമ്മന്തിക്കറിയായിരുന്നു. പച്ചാച്ച അവിടെ നിന്ന് കഴിക്കുന്നു. അമ്മാവ് പിന്നെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ചായയും അപ്പവും ചമ്മന്തിക്കറിയും കൂടെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് പാലപ്പമായിരുന്നു. അങ്ങനെ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം ബാക്കി വന്നിട്ട് മോളെ വിളിക്കുന്നു. അവൾ ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. അപ്പോൾ അവളെ ഓരോന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഇന്ന് കണ്ട നമ്മളെ വീട്ടിലെ സ്പെഷ്യലാണ് വാഴത്തടയും ചെറിയ നെത്തോലിയും കൂടെ ഇട്ടുള്ളൊരു തോരൻ. അടിപൊളി തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വാഴത്തടയും നെത്തോലിയും കൂടെ ഉള്ള തോരൻ അടിപൊളി ടേസ്റ്റാണ്. അമ്മാമ്മ ഇങ്ങനെ ഓരോ ദിവസം ഓരോ സ്പെഷ്യൽ സാധനമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഓരോ ദിവസം ഇങ്ങനെ ഇന്നിപ്പോൾ തോരനാണെങ്കിൽ നാളെ ഇനി ആ തൊലിച്ചിട്ട് വേറെ എന്തെങ്കിലും സംഭവം അങ്ങനെ ഓരോ ദിവസം ഓരോന്നോ പുതിയതായിട്ടൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ കുക്കിങ്ങൊക്കെ അമ്മാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാനും നമുക്കത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മാമ്മയും മോളും കൂടെ കുറച്ച് നേരം ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുറ്റത്തിറങ്ങിയിരിക്കുകയാണ്. അവളുടെ അടുത്ത് ഓരോ കാര്യം ചോദിക്കുന്നതിനെല്ലാം അവളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഇങ്ങനെ ഹായ് പറയാൻ പറഞ്ഞപ്പം പറയത്തില്ലെന്നും പറഞ്ഞ് പല്ലും കടിച്ചു പിടിച്ചിരിക്കുന്നതാണ്ടില്ലേ. അങ്ങനെ അമ്മാമ്മ അവളുടെ അടുത്ത് ഹായ് പറയാനൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മോക്കൊരു പഴം കൊടുക്കാനായിട്ട് എടുത്തതാണ്. 1.5 മണിക്കൂറാവും. ഒരു പഴത്തിൻ്റെ പകുതി പോലും അവൾ കഴിച്ചിട്ടില്ല. ഭയങ്കര പാടാണ് ആഹാരം കഴിക്കാനായിട്ട്. പഴം കൊടുക്കാനായിട്ട് വിളിച്ചതിനാണ് കമന്ന് കിടക്കുന്നത്. അവസാനം ഞാൻ അടി തരുമെന്നൊക്കെ പറഞ്ഞൊന്ന് വിരട്ടിയപ്പോഴാണ് അന്ന് വാ തുറന്നത്. പിന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനാണ് ഏറ്റവും പാടല്ലേ. അവർ കഴിച്ചു വരണമെങ്കിൽ തന്നെ നല്ല നേരം എടുക്കും. അപ്പോഴത്തേക്കും നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഞാനന്ന് റെഡിയായി. ഞാനും അമ്മയും മോളും കൂടെയാണ് ഒന്ന് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ റെഡിയായി. അപ്പോഴത്തേക്കും അമ്മ വന്നു. ഞങ്ങളങ്ങനെ പിന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല പോണത്. അങ്ങനെ അമ്മ വന്നപ്പോഴേ നമ്മൾ വണ്ടിയിൽ കയറി ഞാനും മോളും അമ്മയും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലങ്കോട് അങ്ങനെ ഒന്ന് പോകണം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ആൻറ്റിയെ കണ്ടു. അങ്ങനെ ആൻറ്റിക്കൊരു ഹായ് ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ വണ്ടി ഇരുന്ന് ചോദിക്കുകയാണ് മോൾ എന്താ ചെയ്യുന്ന, അനക്കമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കുകയാണ്. ഇപ്പം എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇരുന്ന് കുലുക്കമൊക്കെയാണ്. ഇപ്പം എന്തായാലും ആള് സൈലൻ്റ് ആയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മേരെ മുടി കണ്ണിൽ കൂടെ വീഴുന്നതുകൊണ്ടാണ് ആൾ തിരിഞ്ഞിരിക്കുന്നത്. അത് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നിക്കാണും. അതായിരിക്കും തിരിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് സെൻറ്ററിൽ വന്നു. ചേട്ടായി വർക്ക് ചെയ്യുന്ന അവിടെയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ചേട്ടായി അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഡെലിവറി ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ചേട്ടായി ഫ്രീ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്തു. അപ്പോൾ ഈ മാമനെ ഞങ്ങൾക്ക് അറിയാം. അവിടെ പോയി പരിചയമായതാണ്. അങ്ങനെ മാമനോട് കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ലൈം ജ്യൂസൊക്കെ ഓർഡർ ചെയ്തായിരുന്നു ഞാൻ. അതൊക്കെ കുടിച്ചു. മോക്ക് പിന്നെ അച്ഛനെ കിട്ടിയ വേറെ ആരെയും വേണ്ട, അച്ഛൻ മതി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കാനായിട്ട് അമ്മ സ്കൂട്ടി എടുക്കാനായിട്ട് പോയി. അങ്ങനെ അമ്മത് സ്കൂട്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചേട്ടയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ പോണ വഴിക്ക് മോള് നല്ല ഉറക്കമായി കേട്ടോ. രാവിലെ തൊട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഉറക്കക്ഷീണം. അപ്പോൾ മോള് ഉറക്കമായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ. ബൈ.